പ്രിയപ്പെട്ടവരെ, ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് കേരള എൻട്രൻസ് എക്സാമിനേഷൻ 2025 കീമിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഓപ്ഷൻ രജിസ്ട്രേഷനാണ്. ഓപ്ഷൻ രജിസ്ട്രേഷൻ തയ്യാറെടുപ്പ് നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കോളേജുകളെ കുറിച്ചിട്ട് കോളേജിൻ്റെ ഡീറ്റെയിൽസ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. കേരളത്തിൽ 3 വിധത്തിലുള്ള എഞ്ചിനീയറിംഗ് കോളേജിലാണുള്ളത്. ഒന്ന് പ്യുവർ ഗവൺമെൻറ് കോളേജാണ്. രണ്ടാമത്തത് ഗവൺമെൻറ് നിയന്ത്രിതമായിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളാണ്. മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ്, അതായത് സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജ്. ഈ സെൽഫ് ഫിനാൻസിങ്ങിലാണെങ്കിൽ പോലും അതിൽ ഗവൺമെൻറ് സീറ്റ്, അതായത് റാങ്ക് ബേസിൽ നമുക്ക് സീറ്റ് അലോട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മളെപ്പോഴും ഓപ്ഷൻ കൊടുക്കുന്നതിന് മുമ്പ് വലിയൊരു തയ്യാറെടുപ്പുകൾ വേണമെന്ന് പറയാൻ കാരണം നമ്മുടെ കേരളത്തിലെ എൻജിനീയറിംഗ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം 50-ലധികം ബ്രാഞ്ചുകളുണ്ട് എന്നുള്ളതാണ്. കോമൺ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, ട്രിപ്പിൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്, അത് കൂടാതെ തന്നെ ധാരാളം ന്യൂജൻ ബ്രാഞ്ചുകളായിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡാറ്റ സയൻസസ് പോലെയുള്ള ധാരാളം ബ്രാഞ്ചുകളുണ്ട് എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ബ്രാഞ്ച് ഓപ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവരവരുടെ അഭിരുചിക്കന്നെ, അതായത് അവരുടെ ഇന്നർ കപ്പാസിറ്റി എന്താണെന്ന് എല്ലാ കുട്ടികൾക്കും അറിയാം. അപ്പം അവർക്ക് വേണ്ട ബ്രാഞ്ചുകൾ ആദ്യം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ബ്രാഞ്ചുകൾ തിരഞ്ഞെടുത്തതിന് ശേഷം ഏതൊക്കെ കോളേജുകളാണ് ഓപ്ഷൻ കൊടുക്കേണ്ടത് എന്നുള്ള ലിസ്റ്റ് നിങ്ങൾ സൈറ്റിൽ നിന്നും എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ലിസ്റ്റ് നമുക്ക് കിട്ടുന്നതാണ്. അതായത് ce.kerala.gov.in എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ കോളേജിൽ ഏതൊക്കെ ബ്രാഞ്ചുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ചിട്ട് ഓപ്ഷൻ കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. പിന്നെ രണ്ടാമതൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും കോളേജുകളൊക്കെ സെലക്ട് ചെയ്യുമ്പം അതിൻ്റെ ഹിസ്റ്ററി ഒന്ന് നമ്മൾ പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്നാണ് തോന്നുന്നത്. അതായത് ക്യാമ്പസ് പ്ലേസിംഗ് ഉള്ളതാണോ, അല്ലെങ്കിൽ അവിടെ പാസ് പെർസെൻറ്റേജ് ഒക്കെ എത്രയാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് കോളേജിൻ്റെ അറ്റ്മോസ്ഫിയർ എന്താണെന്ന് കൂടി തിരിച്ചറിയേണ്ടതാണ്. അല്ലാതെ തീരെ ഫാക്കൽറ്റീസ് ഒന്നും ഇല്ലാത്ത കോളേജൊക്കെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പം അത് പാളിപ്പോകും. കാരണം ഒരു വിദ്യാർത്ഥിയുടെ ഭാവി നിർണ്ണയിക്കുന്ന വലിയൊരു പ്രൊഫഷണൽ കോഴ്സിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അതിനനുസരിച്ച് നല്ലൊരു തയ്യാറെടുപ്പുകൾ ഉണ്ടാകണമെന്നാണ് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്. പിന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവരവരുടെ റാങ്ക് എത്രയാണെന്ന് മനസ്സിലാക്കുകയും ആ റാങ്കിൽ കിട്ടാൻ സാധ്യതയുള്ള കോളേജ് ഏതാണെന്നും കോഴ്സ് ഏതാണെന്നും കുട്ടികൾ മുൻകൂട്ടി മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് പറയാനുള്ളത്. കാരണം അതെങ്ങനെയാണെന്ന് മനസ്സിലാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ce.kerala.gov.in കാൻഡിഡേറ്റ് ലോഗിൻ പോയി കഴിഞ്ഞാൽ 2024 ഓരോ ബ്രാഞ്ചിലും, ഓരോ കോളേജിലും, ഓരോ ബ്രാഞ്ചിലും, ഓരോ കാറ്റഗറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനറൽ മെറിറ്റ് ആണെങ്കിൽ അത്, അതല്ല OBC ആണെങ്കിൽ അത്, മുസ്ലിം കാറ്റഗറിയിലാണ് അത്, അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റിലാണെങ്കിൽ അങ്ങനെ എല്ലാറ്റിലെയും ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് വളരെ കൃത്യമായിട്ട് നമുക്ക് കഴിഞ്ഞ വർഷത്തെ റാങ്ക് ഡീറ്റെയിൽസ് നോക്കാൻ പറ്റും. അതിനനുസരിച്ച് ഏകദേശം അത് തന്നെയായിരിക്കും. അത്ര തന്നെ പെർഫെക്റ്റ് അങ്ങനെ ആവണമെന്നൊന്നുമില്ല എങ്കിൽ കൂടി ഏകദേശം ആ ലെവലിൽ തന്നെ ആയിരിക്കും പോകുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ കാലത്ത് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഡാറ്റാ സയൻസ് ഒക്കെ വലിയൊരു ബൂമിങ് നടക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ ഈ കോഴ്സ് ചേർന്നിട്ട് ഒരു 4 വർഷം കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞാൽ നമ്മൾ ഈ കോഴ്സിൻ്റെ സ്ഥിതി എന്താവും എന്നതിനെക്കുറിച്ചിട്ട് ചെറിയൊരു ധാരണ ഉണ്ടാവുന്നത് നല്ലതായിരിക്കുമെന്നാണ് പറയാൻ. എല്ലാവരും ന്യൂജൻ കോഴ്സുകളൊക്കെ പുറകെ പോകുമ്പോൾ ഞാനും അതിനനുസരിച്ച് പോകും എന്നതിന് പകരം അതിൻ്റെ സാധ്യതകൾ എന്തായിരിക്കും എന്നുള്ള ഒരു ചെറിയൊരു മുൻധാരണ ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് തോന്നുന്നത്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് സൈറ്റിൽ ലഭ്യമായിട്ടുണ്ട് ഇന്ന് മുതൽ. അതായത് 12/7/2025 മുതൽ ലഭ്യമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാത്ത ഒരു കുട്ടിക്ക് പോലും
എൻജിനീയറിങ്ങിന് കേരളത്തിൽ ഈ വർഷം അഡ്മിഷൻ കിട്ടിയില്ല. അതുകൊണ്ട് എല്ലാവരും, അതായത് റാങ്ക് ലിസ്റ്റിൽ വന്ന എല്ലാ കുട്ടികളും ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ ശ്രദ്ധിക്കുക. 16-ാം തീയതി വൈകുന്നേരം വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. 16/7/2025 വരെയാണ് ഡേറ്റ്. 17-ാം തീയതി ട്രയൽ അലോട്ട്മെൻറ്റ് വരും. 1ാം ഘട്ട അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 18/7/2025 വരുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ ഓപ്ഷൻ സസൂക്ഷ്മം, അതായത് ഓപ്ഷൻ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കോളേജസിൻ്റെ പേരൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, www.ce.kerala.gov.in കയറി കോളേജിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുക. അവിടെയുള്ള ഓപ്ഷൻസിൻ്റെ ഡീറ്റെയിൽസ് എടുത്തിട്ട് വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെ ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു കോളേജിൽ നല്ല ബ്രാഞ്ചിൽ അഡ്മിഷൻ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. തൽക്കാലം ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. വീഡിയോ മുഴുവനായിട്ടും കാണുക. അതായത് ഈ വർഷം +2 പാസ്സായ എല്ലാ വിദ്യാർത്ഥികളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്